നമസ്കാരം. ശബരിമലയിലെ അമൂല്യമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളും ശ്രീകോവിലിലെ സാമഗ്രികളും സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയെന്ന അതീവ ഗുരുതരമായിട്ടുള്ള സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിൻ്റെ അറസ്റ്റോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു പോർമുഖം ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. തിരുവാഭരണത്തിൻ്റെ ഭാഗമായ സ്വർണ്ണ തൂണുകളും ദ്വാരപാലക ശില്പങ്ങളും അറ്റകുറ്റപ്പണികളുടെ മറവിൽ പുറത്തേക്ക് കടത്തിയത് ദേവസ്വം മാനുവലിൻ്റെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ കഴിഞ്ഞ 2 മാസത്തിലധികമായി ജയിലിൽ കഴിയുമ്പോഴും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനവും ഉന്നത നേതാക്കളുമായിട്ടുള്ള ബന്ധവുമാണ് നടപടികൾ വൈകിപ്പിക്കുന്നത് എന്ന ആക്ഷേപം ശക്തമാക്കുന്നുണ്ട്. കേവലം ഒരു വ്യക്തി നടത്തുന്ന ക്രമക്കേടല്ല, മറിച്ച് ഭരണതലത്തിലെ ഉന്നതരുടെ മൗനാനുവാദത്തോടെ നടന്ന ആസൂത്രിതമായിട്ടുള്ള നീക്കമാണ് ഇതെന്ന് സൂചിപ്പിക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചട്ടങ്ങൾ പ്രകാരം ക്ഷേത്രത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലാത്ത പരിശുദ്ധമായിട്ടുള്ള ആഭരണങ്ങളെ വെറും ചെമ്പ് പാളികളെന്ന് വ്യാജമായി രേഖപ്പെടുത്തി കടത്തിക്കൊണ്ടുപോയത് അത് പ്രഥമ ദൃഷ്ട്യാ വലിയൊരു ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. 2026 ജനുവരിയിൽ പത്മകുമാറിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി CS മോഹിത് പുറപ്പെടുവിച്ച വിധിയിൽ ഈ നീക്കം വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്കപ്പുറം വലിയൊരു സംഘത്തിൻ്റെ ഒത്താശയോടെ നടന്നതാണെന്ന് അടിവരയിടുന്നു. 2019 ജൂലൈ 5-ന് പത്മകുമാറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ബോർഡ് യോഗത്തിലാണ് ഈ അമൂല്യ വസ്തുക്കൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് നൽകാൻ തീരുമാനിച്ചത്. ഭഗവാന്റെ തിരുവാഭരണങ്ങളെ ഇത്തരത്തിൽ അവഹേളിക്കുകയും കടത്തുകയും ചെയ്ത നടപടി ഭക്തജനങ്ങളെയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയെയും ഒരുപോലെ തന്നെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഈ കേസിലെ 8ാം പ്രതിയായിട്ടുള്ള പത്മകുമാർ ജയിലിലായിട്ടും CPM സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ മൗനം പാലിക്കുന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ 10 കോടി രൂപയോളം സമാഹരിച്ചതായിട്ടും ഈ ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പത്മകുമാറിനെ അറിയാമെന്നതുമാണ് പാർട്ടിയെ ഏറെ ഭയപ്പെടുത്തുന്ന പ്രധാന ഘടകം. പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ ആ പണം പങ്കിട്ട ഉന്നത നേതാക്കളുടെ പേരുകൾ പുറത്തു പറയുമെന്ന് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയതായാണ് സൂചന. പത്മകുമാറിനെ തൊട്ടാൽ പല വമ്പന്മാരുടെ പേരുകളും പുറത്തു വരുമെന്നും പല പ്രമുഖരും കുടുങ്ങുമെന്ന ഭീതിയാണ് ഇത്രയും വലിയ കള്ളൻ എന്ന് ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹത്തെ ഇപ്പോഴും പാർട്ടിയുടെ സംരക്ഷണത്തിൽ നിലനിർത്താനായിട്ട് CPM-നെ പ്രേരിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം MA ബേബിക്ക് കത്തെഴുതിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രാഷ്ട്രീയ നീക്കം ശക്തമാക്കിയിരിക്കുന്നത്. പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്ത CPM നിലപാടിനെ അതിരൂക്ഷമായ ഭാഷയിലാണ് ചെന്നിത്തല വിമർശിച്ചിരിക്കുന്നത്. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരെ സംസാരിക്കുന്ന MA ബേബിയെ പോലെയുള്ള നേതാക്കൾ സ്വന്തം പാർട്ടിയിലെ ഒരു മോഷ്ടാവിനെ സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മറുപടി നൽകേണ്ടി വരും. രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ MA ബേബി ഈ കത്തിന് ഉത്തരം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ മറുപടി പാർട്ടിയിലെ അഴിമതിക്കാരായിട്ടുള്ള പ്രമുഖരുടെ നെഞ്ചു തകർക്കുന്ന ഒന്നായിരിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഉന്നത സ്വാധീനത്തിന് വഴങ്ങി മെല്ലെപ്പോക്ക് നടത്തുന്നു എന്ന ആക്ഷേപവും ശക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണം നീളേണ്ട സാഹചര്യമാണുള്ളത്. എന്നാൽ ഇത്തരം നീക്കങ്ങളെ തടയാൻ അന്വേഷണ ഏജൻസികൾക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിലായിട്ട് കേന്ദ്ര ഏജൻസിയായിട്ടുള്ള ED രംഗത്തെത്തിയിട്ടും നേതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ SIT ശ്രമിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പത്മകുമാർ 100 വട്ടം മറ്റ് നേതാക്കളുടെ പങ്കാളിത്തത്തെക്കുറിച്ച് മൊഴി നൽകിയിട്ടും ആരെയും തൊടാൻ പോലീസ് തയ്യാറാകാത്തത് ഇതിൻ്റെ തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. CPM-ന്റെ അടിത്തറ ഇളക്കുന്ന തരത്തിലുള്ള ഈ വിവാദം വരും ദിവസങ്ങളിൽ കേരള നിയമസഭയിലും തെരുവുകളിലും പ്രതിപക്ഷം ആയുധമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. രക്തസാക്ഷി ഫണ്ടുകളിൽ പോലും തിരിമറി നടത്തുന്ന ഒരു പാർട്ടിയുടെ സംസ്കാരമാണ് പത്മകുമാറിനെ സംരക്ഷിക്കുന്നതിലൂടെ പുറത്തു വരുന്നതെന്ന് രമേശ് ചെന്നിത്തലയും ആരോപിക്കുന്നു. ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലുള്ള കേസ് ആയതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് അധികകാലം ഒളിച്ചു കളിക്കാനായിട്ട് കഴിയില്ല. പത്മകുമാറിനെ ഉപയോഗിച്ച CPM-ലെ പ്രമുഖരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള കോൺഗ്രസ് പദ്ധതി അത് വിജയിക്കുമോ എന്ന് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഒപ്പം തന്നെ അയ്യപ്പ വിശ്വാസികളെ വഞ്ചിച്ച് ഈ നടത്തിയിരിക്കുന്ന വലിയ സ്വർണ്ണ കവർച്ചയിൽ സത്യാവസ്ഥ പുറത്തു വരണമെന്ന ജനങ്ങളുടെ ആവശ്യവും ഇപ്പോൾ ശക്തമായി കഴിഞ്ഞു.